കാത്ത മഴയുടെ എവിടെ എവിടെ പോയി ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമല്ല. കാരണം നല്ല പനിയുണ്ട്. എന്നൊക്കെ വീഡിയോ ചെയ്യണം വിചാരിച്ചാലും അപ്പോഴൊക്കെ എനിക്ക് പനി പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാണ്ടാവും. ഇന്ന് വയ്യ എന്ന് തോന്നിയിട്ടും കൂടെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ലാഗ് അടുപ്പിക്കണ്ട, ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, കുറെ വീഡിയോസ് ഇങ്ങനെ കുറെ കണ്ടന്റ് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുവാണ്. സോ സൈക്കിളില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആണ്, കാരണം കഴിഞ്ഞ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹോൾ വീഡിയോ ആയിരുന്നു. മീഷോയില് കുറച്ച് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസ് കാണിച്ചു തരായിരുന്നു. അപ്പൊ ഇന്ന് സെയിം ഒരു ഹോൾ വീഡിയോ ആണ്, പക്ഷേ ഡ്രസ് ഹോൾ വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതും മീഷോ ഹോൾ വീഡിയോ ആണ്. എല്ലാം മീഷോയിൽ നിന്നാണ്. നമുക്ക് എപ്പോഴും എന്താണ് ഒരു കുറഞ്ഞ റേറ്റിന് അടിപൊളി ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്നത് മീഷോയിലാണ്. ചില സമയത്തൊക്കെ കുറച്ചുകൂടെ കാണിക്കുമെങ്കിലും കുറെയൊക്കെ നമുക്ക് നല്ല പ്രോഡക്ട്സ് കിട്ടും. അങ്ങനെ കിട്ടിയ കുറച്ച് ഡ്രസ്സാണ് കാണിച്ചു തരാൻ പോണ്. മേടിച്ചിട്ടുള്ളതിൽ കുറേയൊന്നും ഇതിലില്ല, കുറച്ച് മാത്രം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. യെസ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഇത് എവിടെയെങ്കിലും വെക്കാം. ഓക്കെ, അപ്പോഴേ നമുക്കിങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മീഷോയിൽ എപ്പോഴും നമ്മൾ കാണുന്ന റിവർ നെക്കുള്ള ടോപ്സ് ലൈക്ക് ദിസ്. സോ ഞാൻ പറയട്ടെ, എനിക്ക് യെല്ലോ കാണുമ്പോൾ കുറച്ച് ആക്രാന്ത കൂടുതലാണ്. അത് ഓൾറെഡി ഉള്ളതാണ് എന്ന് വെച്ചാൽ എല്ലാ യെല്ലോ കളർ അല്ല ഞാൻ എടുക്കുന്നത്. പക്ഷെ റാൻഡമായിട്ട് ഇത് യെല്ലോ ആയി, ടെഡി ബിയർ യെല്ലോ ആയി, സംതിങ് കുറച്ച് സാധനങ്ങളൊക്കെ യെല്ലോ ആയി പോയി. ബട്ട് ഞാൻ എല്ലാം അങ്ങനെ യെല്ലോ കളർ അല്ല എടുക്കുന്നത്. ഇത് കുറച്ച് ഇവിടെ ഇരുന്നു നന്നായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നീ ഇവിടെ ഇരുന്നു കൂട്ടാ. സോ യെസ്, അപ്പൊ നമ്മുടെ ഈ റിവർ ടോപ്പാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. ആൻഡ് ഇത് ഞാൻ മേടിച്ചിട്ട് കുറെ ആയി. ഇത് ഭയങ്കര സ്മോൾ ആണ്, എനിക്ക് കുഴപ്പമില്ലാതെ പോവും. ഭയങ്കര ഇഷ്ടമുള്ളതാ. ഇതിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാ. ബട്ട് അകത്ത് കുറച്ച് നല്ല രീതിക്കുള്ള ബ്രാസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ഇതിലിടുമ്പോൾ ഭയങ്കര ഒരു വൃത്തിയുടെ ഫീൽ ചെയ്യും. അപ്പൊ നല്ല ഒരെണ്ണം നോക്കി മേടിച്ച് അകത്തിടുക. അപ്പൊ അങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇത്. ഭയങ്കര നല്ല സുഖമാണ് ഇടുമ്പോ. പിന്നെ ഇത് നിങ്ങളുടെ സൈസ് തന്നെ നോക്കി മേടിക്കാൻ നോക്കുക. ഓവർ സൈസ് ആയാലും വൃത്തികേടായിരിക്കും, പിന്നെ ഭയങ്കര ടൈറ്റ് ആയാലും വൃത്തികേടായിരിക്കും. നിങ്ങളുടെ കറക്റ്റ് സൈസ് നോക്കി മേടിക്കാൻ നോക്കുക. ഇത് സ്മോൾ സൈസ് ആണ്, എന്റെ സൈസ് സ്മോൾ ആണ്. ഓക്കെ, ഇത് ഞാൻ കോംബോ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ ഒരു ബ്ലാക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ബ്ലാക്കും കൂടെ ചേർന്നിട്ട് ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ പിന്നെ ഇത് ഷോർട്ട് സ്ലീവ് ആണ് കേട്ടോ. ഷോർട്ട് സ്ലീവ് ആണ്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 233 ആണ് പ്രൈസ്. ഞാൻ ഇവിടെ കൊടുത്തേക്കാം, കാരണം ഇത് കോംബോ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായത്. അപ്പൊ 2 എണ്ണം ഉണ്ടായിരുന്നു, രണ്ടും കൂടെ ചേർത്താണ് 233. ഓക്കെ, 233 അതങ്ങനെ കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് പറയേണ്ടത് സെയിം അതിന്റെ തന്നെയാണ്, ഒരു വൈറ്റ്. ഇത് ഞാൻ ഇപ്പൊ മേടിച്ചതാ. മറ്റേത് കുറേയായി, ഒരു 3 വർഷമെങ്കിലായി കാണും അത് മേടിച്ചിട്ട്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണ്. ഒരു ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷെ ഇത് അല്ലാണ്ടും ഇടാം. ക്രോപ്പ് ടോപ്സ് അങ്ങനെയാണ്, സ്റ്റൈൽ ചെയ്ത് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ആണ് ക്രോപ്പ് ടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു വൈറ്റ് കളറാണ്, റിവർ നെക്ക്. എനിക്ക് ഈ നെക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഇതൊരെണ്ണം. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും പ്രൈസ് കൊടുത്തേക്കാട്ടോ. ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാണ്ടിരിക്കാൻ നിങ്ങളുടെ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. സോ ഇതാണ് അങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ്.
ഞാനിങ്ങനെ വീഡിയോ ലെങ്ത് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. നിങ്ങളെ ബോറടിപ്പിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. പിന്നെ പറയട്ടെ, ഒരു കമന്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു, ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാവണിയുടെ കളക്ഷൻ വീഡിയോ ചെയ്യുന്നു. കുട്ട എനിക്ക് ധാവണി എന്ന് പറഞ്ഞാല് ഒരു 3 കാണുള്ളൂ. പിന്നെ വേണമെങ്കിൽ അത് വെറൈറ്റി ആയിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. അല്ലാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ധാവണി കളക്ഷൻ ഇല്ല. ഏതെങ്കിലും വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ആ ഒരു നിങ്ങളുടെ റിക്വസ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. ദെൻ ഇതിന്റെ ഒരു ഡീറ്റെയിലും ഇപ്പൊ എന്റെ കയ്യിലില്ല. പക്ഷെ ഇത് മീഷോയിൽ നിന്നാണ് മേടിച്ചത്. ബട്ട് ആ അക്കൗണ്ട് അല്ല എൻ്റെ ഇപ്പോൾ ഉള്ളത്. ബട്ട് ഇത് മീഷോയിൽ നിന്നാണ്. ഇത് ഭയങ്കര ക്വാളിറ്റി അല്ല. നൈലോൺ എന്ന് പറയാവോ, ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ, ഒരു കട്ടിയില്ല. നെക്ക് വന്നിട്ട് വീനെക്കാണ്, മറ്റേതൊക്കെ റൗണ്ട് നെക്കാണ്. ഇത് വീനെക്കാണ്. പിന്നെ ഇത് ഇടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു. ട്രെൻഡിങ് ആ സമയത്ത് വാങ്ങി, എന്നിട്ട് ഇട്ടില്ല. ട്രെൻഡ് ഒക്കെ കഴിഞ്ഞു. എന്നാലും എനിക്ക് ഇടാൻ ആഗ്രഹമുണ്ട്. ബട്ട് നല്ല രസമല്ലേ. അപ്പോ ഇത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പില് സ്റ്റൈൽ ചെയ്യാം. നമുക്ക് സ്കേർട്ടിന്റെ കൂടെ ഇടാം, ജീൻസിന്റെ കൂടെ ഇടാം. നമുക്ക് ക്രോപ്പ് ടോപ്സ് എടുത്തു കഴിഞ്ഞാൽ അതാണ് എളുപ്പം. നമുക്ക് ജീൻസിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം, സ്കേർട്ടിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. പിന്നെ നമുക്ക് മറ്റേ ഈ സ്ട്രാപ്പ് വരുന്ന ടോപ്സ്, അങ്ങനെ ഒരു ടോപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ടോപ്പിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നഷ്ടമില്ല. ക്രോപ്പ് ടോപ്സ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിഫറെന്റ് ടൈപ്സിൽ. ദെൻ അതുപോലെ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇതും ഞാൻ കോംബോ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ത്രീ കളേഴ്സ്. ഒന്ന് പർപ്പിളും ലാവൻഡർ കളറാണ് കൊടുത്തിരുന്നത്. പക്ഷെ എനിക്ക് പർപ്പിൾ ഷെയ്ഡാണ് കിട്ടിയത്. പിന്നെ ഉള്ളത് വൈറ്റ് ആണ്. പിന്നെ ഈ ഒരു ബ്ലാക്കും. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവ് ആണ്. ആൻഡ് നെക്ക് വന്നിട്ട് കണ്ട സ്ക്വയർ നെക്കാണ്. എന്നാൽ ഒരു കേവും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടോപ്പാണ്. നല്ല ചെയിനൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്രോപ്പ് ടോപ്പാണ്. അപ്പൊ ഇതും ജീൻസിന്റെ കൂടെ സ്കേർട്ടിന്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സസിന്റെ കൂടെ അകത്ത് നമുക്ക് പെയർ ചെയ്യാം. അകത്ത് അല്ലെങ്കിൽ പുറത്തൂടെ ഇട്ടിട്ട് നമുക്ക്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാം, പുറത്തൂടെ ഇട്ടിട്ട് സ്കേർട്ടും ക്രോപ്പ് ടോപ്പും പോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇതിന്റെ 3 കളേഴ്സ് കാണിച്ചു തരാം. ബ്ലാക്ക് ആണ്, ബ്ലാക്കും പിന്നെ ഇതൊരു വൈറ്റ് കളറാണ്. വൈറ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പൊ 2 വൈറ്റ് ആയി. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, യെല്ലോ മാത്രമല്ല, ഞാൻ പല കളേഴ്സ് എടുക്കും. ബ്ലാക്ക് ഒരുപാട് ബ്ലാക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ പർപ്പിൾ ഷെയ്ഡാണിത്. അയ്യോ, വീഡിയോയിൽ വേറെ കളർ ആയിരിക്കുന്നു. നിങ്ങൾ കാര്യമാക്കണ്ട. അയ്യോ, എന്നാ പറ്റിയതാ. ഓക്കെ, ഇതിന്റെ റിയൽ ഇവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാട്ടോ. വീഡിയോയിൽ എന്നാ പറ്റിയതാ. രാവിലെ എപ്പോഴെങ്കിലും എടുത്തിട്ട് അതിന്റെ വീഡിയോ ഇടാം. കാരണം ഇത് ഇവിടെ ലൈറ്റില് വേറൊരു ഷെയ്ഡാ. പക്ഷെ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ഇച്ചിരി പൊടിക്ക് ലൈറ്റാ. അങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ്. എല്ലാം സ്പീഡിൽ പോവാണ്. അപ്പോ ഈ 3 കൂടെ ചേർത്തിട്ട്, ഓക്കെ, 3 ക്രോപ്പ് ടോപ്സും കൂടെ എത്രയാന്ന് വെച്ചാല് 330 ആണ്. 330 റുപ്പീസ് ആണ് ഈ 3 ക്രോപ്പ് ടോപ്പിനും കൂടിയിട്ട്. മറ്റതിന്റെ ലിങ്ക് എനിക്ക് അറിയില്ല. മറ്റേ നേവി ബ്ലൂ ക്രോപ്പ് ടോപ്പിന്റെ ലിങ്ക് എന്റെ കയ്യിലില്ല. ഓക്കെ, സോറി. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് വല്ലതും ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചു നോക്കാം. ആൻഡ് ഇത് 3 കൂടെ ചേർത്തിട്ട് ഒരു 330 റുപ്പീസ് ആണ്. സോ അത്രയും വേർത്താണ്. നിങ്ങൾക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്തിടാൻ പറ്റും. സോ നഷ്ടമല്ല. പിന്നെ ഉള്ളത് ഈ ഒരു ഷർട്ടാണ്. ഇത് വന്നിട്ട് വുമൺ വെസ്റ്റേൺ വൈറ്റ് ഷർട്ടാണ്. ഇതിലൊരു കോളർ ഉണ്ട് കേട്ടോ. ഓവർ സൈസ് ആണ്. കോളർ ഉണ്ട്. പിന്നെ ലോങ് സ്ലീവ് ആണ്. എവിടെ ഇത് ലോങ് സ്ലീവ് ആണ്. പിന്നെ പറയാനുള്ളത് ഇതൊരു വൈറ്റ് കളറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു വൈറ്റ് ഷർട്ട് ഉണ്ടെങ്കിൽ, അതായത് ലോങ് ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പ് വെച്ചിട്ടും, അല്ലാതെ ഇത് മാത്രമായിട്ട് നിങ്ങൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പക്ഷെ കട്ടിയില്ല.
അത്ര തിക്നെസ് ഇല്ല, തിന്നാണ്. നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അകത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് വെച്ചിട്ട് ഒരു ജാക്കറ്റ് പോലെയോ അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് ഷർട്ടാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 150 ആണ്. 150 അത്രേ ഉള്ളൂ. അതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഉണ്ട്. റേറ്റിന് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ലോങ് സ്ലീവ് ആണ്, വൈറ്റ് ആണ്, കോളർ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് വെച്ചൊരു സ്റ്റൈൽ ചെയ്തൊക്കെ കാണിക്കുന്ന വീഡിയോ ഈ സൈഡിൽ എവിടെയെങ്കിലും ഇട്ടേക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഫൈനലി നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് ഈ ഒരു ഡ്രസ്സ്. ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അപ്പൊ ഞാൻ മേടിച്ചപ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് കൊള്ളായിരിക്കോ, ഇഷ്ടാവോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം സ്മോൾ സൈസ് എടുക്കുന്നത്. സ്മോൾ സൈസ് അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ എക്സസ് ഏതെടുത്താലും എനിക്ക് വലുതായിരിക്കും. അപ്പൊ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടും. പിന്നെ ക്രോപ്പ് ടോപ്സ് ചിലതൊക്കെ കറക്റ്റ് സൈസിന് കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ആൻഡ് ഇതെനിക്ക് അളവായിരിക്കൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് അളവാണ്. ഇത് വീനക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് അല്ലെങ്കിലും വീനക്കിനോട് കുറച്ച് ആക്രാന്തം കൂടുതലാണ്. ഭയങ്കര ഇഷ്ടമാണ് വീനക്കിനോട്. ഇപ്പൊ ഇതൊരു വീനെക്കാണ്. പിന്നെ ഷോൾഡർ ഇങ്ങനത്തെ സ്ട്രാപ്പ് ആണ് കേട്ടോ. സ്ലീവ്ലെസ് ആണ്, ഇങ്ങനത്തെ സ്ട്രാപ്പ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ ആ വൈറ്റ് കളർ മേടിച്ചത്. അല്ലാതെ ഇടാനും നല്ല ഭംഗിയാണ്. ഇത് ഫ്ലോറൽ പ്രിന്റ് ആണ്. കാഷ്വൽ ആയിട്ട് നമുക്കിപ്പോ എവിടെയെങ്കിലും ജസ്റ്റ് പോകണമെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. പിന്നെ ഇത് പ്ലീറ്റ് ആണ്. ഇവിടെ വന്നിട്ട് ഒരു എലാസ്റ്റിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഇതില്ലെങ്കിൽ കൂടെ നമുക്ക് ബെൽറ്റ് ഒക്കെ വെച്ചിട്ടൊന്ന് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ ബെൽറ്റ് ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാനും അടിപൊളിയാ. പിന്നെ അകത്തൊരു ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ കൊള്ളാം. പിന്നെ നമുക്കല്ലാതെ നോർമലി ഈ സ്ലീവ് ആയിട്ടിടാനും അടിപൊളിയാ. അപ്പൊ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്, സ്ലീവ്ലെസ് ആണ്, സ്ട്രാപ്പ് വരുന്നുണ്ട്. സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അത് ഒരു നല്ല പോയിന്റ് ആണ്. ഞാൻ വിചാരിച്ച സ്ട്രാപ്പ് ഇത് സൈസ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഓവർ സൈസ് ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട വരും. അത് ഭയങ്കര ബോറുള്ള ഏർപ്പാടാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ അഡ്ജസ്റ്റബിൾ ആണ്. ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും. അങ്ങനെ അടിപൊളി പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ഫുൾ ഇവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാം. ഇതിങ്ങനെ കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ട്. ഇതിന്റെ സൈസ് സ്മോൾ തന്നെയാണ്, 36 ആണ് സൈസ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്രസ് ഹാൾ വീഡിയോ ഇവിടെ തീർന്നു. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ളതാണ്. എല്ലാം 500 ബിലോ ആണ്. നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ആൻഡ് വർത്ത് ആയിട്ടുള്ള പ്രോഡക്ട്സും ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടാവും. കാരണം ഇത് മാത്രമാണ് ലോങ് ആയിട്ടുള്ള ഇതായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ക്രോപ്പ് ടോപ്സ് ആണ്. ധാവണിയുടെ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ഏതെങ്കിലും വീഡിയോയുടെ ഇടയിൽ കുത്തിത്തിരികേറ്റും വരിക. കാരണം അത്രയേ ഉള്ളൂ. 3 ധാവണി മാത്രമേ എത്തിയിട്ടുള്ളൂ. അത് ധാവണി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലഹങ്കയുടെ ആ ഒരു ഇതൊക്കെ വരും. ഭയങ്കര കുറച്ച് ഹെവി ആയിട്ടുള്ള ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ കളക്ഷൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചെയ്യണത്. അല്ലാതെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഒന്നും അല്ലത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് 9000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 10K ആവാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും താങ്ക് യു. നമുക്ക് ഇത് എങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യാം. പിന്നെ ഓണം സീരീസ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ട് പോവും, എന്താണ് ഓണം സീരീസ്. പക്ഷെ ഞാൻ ഓണം സീരീസ് ഇട്ടിട്ടേ ഇല്ല. പറ്റുകയാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഈ പ്രാവശ്യവും ഓണം സീരീസ് ഇല്ല. വീഡിയോ ഇഷ്ടമായെന്നാണ് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അതൊരിക്കലും മറക്കരുത്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ see you.